വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കൊടുങ്ങല്ലൂരിലെ വഖഫ് കൊള്ള നടത്തിയ ജമാഅത്തെ ഇസ്ലാമി നടത്തിയ കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞവരാണ്. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം എന്ന് കരുതി. അഥവാ ഈ കൊടുങ്ങല്ലൂർ നടന്ന സംഭവം നമ്മളൊക്കെ അറിഞ്ഞതുപോലെ തന്നെ അവിടെ ജോലിക്ക് വന്ന ഒരു ഉസ്താദ്, ഒരു ആലുവക്കാരനായ ഒരു ഉസ്താദ്, ആ ഉസ്താദിനെ വിശ്വസിച്ച് അദ്ദേഹം വർഷങ്ങളോളം അവിടെ ജോലി ചെയ്തു. അങ്ങനെ അവിടെയുള്ള കമ്മിറ്റി ഭാരവാഹികളുടെയൊക്കെ അടുത്ത് ഇയാളുടെ വിശ്വാസം നേടിയെടുത്ത് ഇത് മുതലെടുത്തുകൊണ്ട് അവിടെയുള്ള ആളുകളെ മുഴുവനും വഞ്ചിച്ചുകൊണ്ട് ആ പള്ളിയുടെ രേഖകളും അതുപോലെ തന്നെ അക്കൗണ്ടിലുണ്ടായിരുന്ന പൈസയും ഒക്കെ മറ്റൊരു അക്കൗണ്ടിലേക്ക് നീക്കുകയും അതുപോലെ തന്നെ വഖഫിന്റെ സ്വത്തുക്കൾ മുഴുവനും മറ്റൊരു ബിൽഡിങ്ങിന്റെ അല്ലെങ്കിൽ മറ്റൊരു ട്രസ്റ്റിന്റെ പേരിലേക്ക് ആക്കുകയും ഒക്കെ ചെയ്ത് തിരിമറി കാട്ടിയ സംഭവം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സുഹൃത്തുക്കളെ, പള്ളിയുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിൽ നിൽക്കുന്ന ഉത്തരവാദിത്തമുള്ള ആളുകൾ, ഉമറാക്കൾ, കമ്മിറ്റി ഭാരവാഹികളായ ആളുകൾ, പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ട കമ്മിറ്റി സെക്രട്ടറി, പ്രസിഡന്റ്, പള്ളിയുടെ വഖഫ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഈ ആളുകളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. വഖഫാണ്, ആ ആളില്ല, അല്ലെങ്കിൽ അതൊരു രണ്ടാം നമ്പർ ആക്കിയിട്ട് നമ്മൾ കാണാൻ പാടില്ല. വളരെ കൃത്യമായിട്ട് പള്ളിയുടെ എല്ലാ രേഖകളും മറ്റു കാര്യങ്ങളും എല്ലാ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പള്ളിയുടെ അക്കൗണ്ടിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഏത് സമയത്തും കൃത്യമായിട്ടും സൂക്ഷ്മതയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യണം. അതൊക്കെ മറ്റൊരാളെ നമ്മൾ ഏൽപ്പിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും എത്ര കുറഞ്ഞ പൈസയാണെങ്കിലും അത് ഏതെങ്കിലും തരത്തിൽ മറ്റൊരാളെ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ അതൊക്കെ അപ്പോൾ തന്നെ കുറച്ച് സാക്ഷികളൊക്കെ വെച്ചുകൊണ്ട് മുദ്രപത്രത്തിൽ എഴുതി നമ്മൾ ഒപ്പിട്ട ശേഷമായിരിക്കണം ഇത്തരം ഇടപാടുകൾ നമ്മൾ നടത്തേണ്ടത്. അത് ചെയ്യാതിരുന്നതിന്റെ ഒരു ചെറിയ ഒരു എന്താ പറയുക, ഒരു ഫാൾട്ട് കൂടെ ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ അന്നത് ശ്രദ്ധിച്ചില്ല. എല്ലാം ഇയാളെ വിശ്വസിച്ചുകൊണ്ടാണ് അവിടെയുള്ള കമ്മിറ്റി ഭാരവാഹികൾപ്പെട്ട ആളുകളൊക്കെ ഇയാളെ വിശ്വസിച്ചുകൊണ്ട് എല്ലാം കൊടുത്തു. പക്ഷെ അദ്ദേഹം അതെന്ത് ചെയ്തു? വളരെ തന്ത്രപൂർവ്വം എല്ലാം അടിച്ചു മാറ്റി. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നതാണ്, ഇതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട സംഗതികളാണ്. വഖഫുമായി ബന്ധപ്പെട്ട പള്ളിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വളരെ നന്നായി ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കൈകാര്യം ചെയ്യേണ്ടതാണ്. പല നിലക്കും ഏതെങ്കിലും നിലക്ക് ഇതൊക്കെ ഒന്ന് അടിച്ചു മാറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ചുറ്റിനും നടക്കുന്നുണ്ട്. ഇവരൊക്കെ ഉള്ളിലൊരു പക്ഷേ വഹാബിസം പേറി പുറമേക്ക് സുന്നിയായിട്ട് അഭിനയിക്കുന്ന ആളുകളൊക്കെ പതുക്കെ കമ്മിറ്റിയിലേക്ക് കയറി കൂടുകയും ഇത്തരം സംഭവങ്ങളൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടി തക്കം പാർത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്ന ഒരു ബോധം നമുക്ക് വേണം. ഇനി നമുക്ക് കൊടുങ്ങല്ലൂരിലെ വിഷയത്തിലേക്ക് വരാം. അവിടെ സംഭവിച്ചിരിക്കുന്നത് വലിയ ഒരു ചതിയാണ്, അല്ലെങ്കിൽ ഒരു വിശ്വാസ വഞ്ചനയാണ് എന്ന് നമുക്ക് പറയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ സംഭവം ഇത്രത്തോളം നമ്മളെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം, അവിടെ സമരത്തിൽ കൂടിയ ആളുകൾ പറയുന്ന ആരോപണ വിധേയരായിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന കേരളത്തിലുള്ള വലിയ ഒരു പ്രസ്ഥാനം, ഈ പ്രസ്ഥാനത്തിന് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുണ്ട്. അവർക്ക് സംസ്ഥാന തലത്തിലും സ്റ്റേറ്റ് തലത്തിലുമൊക്കെ ഇന്റർനാഷണൽ തലത്തിലുമൊക്കെ അവർക്ക് ഉത്തരവാദിത്തപ്പെട്ട ഔദ്യോഗിക തലത്തിലിരിക്കുന്ന നേതാക്കന്മാരും കമ്മിറ്റികളൊക്കെ ഉണ്ടായിരിക്കെ ഈ മാധ്യമങ്ങൾ മുഴുവനും പറയുന്നു ജമാഅത്തെ ഇസ്ലാമിയാണ് ഈ ചതി ചെയ്തത്, അല്ലെങ്കിൽ അവിടെ കൂടിയ നാട്ടുകാരായ ആളുകൾ പറയുന്നു ഈ ചതി ചെയ്തിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇങ്ങനെയൊക്കെ ആരോപണങ്ങൾ ഉണ്ടായിട്ടും ഈ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് ഒരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ. ഇവർ ഈ ആളുകൾക്കിടയിൽ ഇങ്ങനെ ഈ ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന രൂപത്തിലാണ് എന്ന് നിങ്ങൾ അങ്ങനെയാണ്, ഇത് ഞങ്ങൾ ഇതിൽ പങ്കില്ല, ഞങ്ങളിത് നിരപരാധികളാണ് എന്നാണ് ഈ പറയപ്പെട്ട ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ വാദമെങ്കിൽ ചില വാറോലകളൊക്കെ കണ്ടു വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ എഴുതി വിടുന്നുണ്ട്, ഞങ്ങളതിൽ ഉത്തരവാദികളല്ല, ഞങ്ങളുടെ ഭാഗം ക്ലിയർ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പല ഭാഗങ്ങളിലും എഴുതി വിടുന്നുണ്ട് എന്നല്ലാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതുവരെ ഇവർ നിരപരാധികളാണെങ്കിൽ ഈ നിരപരാധികളാണ് എന്ന് തെളിയിക്കുന്ന രേഖകളും മറ്റു സംഗതികളൊക്കെ വെച്ചുകൊണ്ട് ഒരു പത്രസമ്മേളനം വിളിക്കാൻ എന്തുകൊണ്ട് ഇതുവരെ നേതൃത്വത്തിന് കഴിഞ്ഞില്ല? 180 ദിവസമാകാൻ പോവാണ് ഈ സത്യത്തിൽ ഈ സമരം തുടങ്ങിയിട്ട് 180 ദിവസമാകാൻ പോവാണ്. അവിടെ പല ആളുകളുടെയും ഫോട്ടോ വെച്ചിട്ടുണ്ട്.
ഈ ഫോട്ടോയിലുള്ള ആളുകളെങ്കിലും ഞങ്ങളെ പേരിൽ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഞങ്ങൾക്കിതിൽ പങ്കില്ല എന്നുണ്ടെങ്കിൽ എന്താ അവർക്ക് ധൈര്യമായിട്ട് ഈ ആരോപണം ഉന്നയിക്കുന്ന കേരളത്തിലെ മുഖ്യധാര മുഴുവൻ മാധ്യമ പ്രവർത്തകരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് ആദ്യം വിഷയാവതരണം നടത്തുക, തെളിവുകളുണ്ട് ഞങ്ങളെ കയ്യിൽ, ഇതാ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ എന്ന് രേഖാമൂലം വെച്ചുകൊണ്ട് പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു വിഷയാവതരണം നടത്തിയിട്ട് ശേഷം മാധ്യമങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള ഒരു അവസരം കൂടെ കൊടുത്തുകൊണ്ടുള്ള ഒരു കീഴ്വഴക്കം, അവിടെ നാട്ടിലെ ഒരു പത്രസമ്മേളനമാകുന്ന ഒരു കീഴ്വഴക്കം അങ്ങനെയാണല്ലോ. മാധ്യമങ്ങൾക്ക് ചോദിക്കാനുണ്ടാകും, അവരുടെ ചോദ്യങ്ങൾക്ക് അവസരം കൊടുക്കുക, അതിന് മറുപടി കൊടുക്കുക. അപ്പൊ മനസ്സിലാകും മാധ്യമങ്ങളുടെ ചോദ്യം ചോദിച്ച് ഇവർ കൃത്യമായ രീതിയിൽ വിഷയം അവതരിപ്പിച്ചതുപോലെ തന്നെയാണോ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇവർ കൊടുക്കുന്നത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അല്ലാതെ ആരെങ്കിലും എവിടെന്നെങ്കിലും എന്തെങ്കിലും ലേഖനം എഴുതി വിട്ടത് കൊണ്ട് അത് ആർക്കും എഴുതി വിടാം. റീപ്ലൈ ഇല്ലാത്ത ഒരുപാട് പോസ്റ്റുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നല്ലാതെ എന്തുകൊണ്ട് ഇവർക്ക് കൃത്യമായിട്ടൊരു ഒരു വാർത്താ സമ്മേളനം അല്ലെങ്കിൽ പത്രസമ്മേളനം നടത്തിക്കൊണ്ട് ഈ നേതാക്കന്മാർക്ക് ഇതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല എന്ന് തെളിയിച്ചുകൂടെ? സത്യം ഇവർക്ക് പങ്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആരെയാണ് പേടിക്കേണ്ടത്? ഇവരുടെ ഭാഗത്ത് തെളിവുകളൊക്കെ ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ തെളിവുണ്ടെങ്കിൽ പിന്നെ ആരെ നിങ്ങൾ പേടിക്കണം? പിന്നെ എന്തുകൊണ്ടാണ് വീണ്ടും ഇവർ നിങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ? അപ്പൊ നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമില്ലേ? നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല എന്ന് പറയാനുള്ള ഒരു ഉത്തരവാദിത്തം നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾക്കില്ലേ? എന്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്യുന്നില്ല? ഇവിടെ വേറെ എത്ര സംഘടനകളുണ്ട്, സുന്നി സംഘടനകളുണ്ട്, അതുപോലെ തന്നെ സലഫികൾക്ക് തന്നെ ഒരുപാട് സംഘടനകളുണ്ട്. ഇവരാരുടെയും പേരല്ല അവിടെ കൂടിയ നാട്ടുകാർ പറയുന്നത്, മറിച്ച് ഒറ്റ പേര് മാത്രമാണ്. ജമാഅത്തെ ഇസ്ലാമിയാണ് ഞങ്ങളെ പറ്റിച്ചത്, അവരാണ് ഇതുകൊണ്ട് അടിച്ചു മാറ്റിയതെന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് തീർച്ചയായിട്ടും. ഞാൻ ചോദിക്കട്ടെ, വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോ ഇതിന്റെ മുമ്പ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ മകൻ അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദുമായി അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയിട്ടുള്ള ഒരു പ്രഭാഷണത്തിന്റെ അല്ലെങ്കിൽ ഒരു പരിപാടിയുടെ കുറഞ്ഞ ഭാഗം മാത്രം എടുത്തുകൊണ്ട് ഈ പറയപ്പെട്ട വഹാബികളും മൗദൂദികളും ഒന്നടങ്കം അത് കുത്തിപ്പൊക്കിയിട്ട് അദ്ദേഹത്തിനെ തെറ്റിദ്ധാരണ വരുത്തുന്ന രൂപത്തിൽ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഒക്കെ നിങ്ങൾ പ്രചരിപ്പിച്ചു. അദ്ദേഹം എന്താ പറഞ്ഞത്? 4 വർഷം വരെ ഒരു പെണ്ണിന്റെ വയറ്റിൽ ഗർഭത്തിൽ ഒരു കുഞ്ഞ് ഇരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞ ആ ഒരു ഭാഗം മാത്രം എടുത്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ മോശമായിട്ട് ഇവിടെ പ്രചരിപ്പിച്ചു. അതിന്റെയൊക്കെ മുന്നിൽ ആരായിരുന്നു? മീഡിയ വൺ ആയിരുന്നു. ഇപ്പൊ ഈ സംഭവം കൊടുങ്ങല്ലൂരിലെ ഈ സംഭവം വന്ന സമയത്ത് മീഡിയ വൺ ആ പരിസരത്തേക്ക് തന്നെ പോയിട്ടില്ല. കാരണം എന്താ? എന്തുകൊണ്ട് പോയില്ല? നേരെ മറിച്ച് ഇത് ഏതെങ്കിലും സുന്നി സംഘടനയിൽപ്പെട്ട ആളുകൾക്ക് പേരിലാണ് ഈ ആരോപണം ഉന്നയിച്ചതെങ്കിൽ എന്തായിരിക്കും? ഈ പറയപ്പെട്ട മീഡിയ വണ്ണ് ഫാത്തിഹ ഓതി തുടങ്ങിയിട്ടുണ്ടാകും, അവിടെ നിന്ന് എഴുന്നേറ്റ് പോന്നിട്ടുണ്ടാവില്ല. 24 മണിക്കൂറും അവരുടെ ക്യാമറയും മറ്റു കമ്പിയും കോലും തൂക്കിയിട്ട് അവിടെ ഉണ്ടായിരിക്കും കുത്തിത്തിരിപ്പിനായിട്ട്. എന്തുകൊണ്ട് മീഡിയ വണ്ണ് ആ പരിസരത്തേക്ക് തന്നെ പോകുന്നില്ല? ഉത്തരവാദിത്തമില്ലേ? മാധ്യമധർമ്മം എന്ന് പറയുന്ന ഒരു സംഭവമല്ലേ? ഇതുവരെ ഒരു അനക്കവുമില്ല മീഡിയ വണ്ണിന്റെ ഭാഗത്ത് നിന്ന്. ഇത് നേരെ മറിച്ച് സുന്നികളുടെയോ അല്ലെങ്കിൽ വേറെ വല്ല രാഷ്ട്രീയ പാർട്ടികളുടെ പേരിലാണ് ഈ ആരോപണം ഉന്നയിച്ചതെങ്കിൽ മീഡിയ വണ്ണ് മുന്നിൽ തന്നെ ഉണ്ടാവും. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, അന്ന് എ പി ഉസ്താദിന്റെ മകന്റെ പേരിൽ ഈ വന്ന ഈ ഒരു മുറിയൻ ക്ലിപ്പ് നന്നായി ഒരു പ്രചരിപ്പിച്ചു. കളിയാക്കാൻ പറ്റുന്നിടത്തോളം കളിയാക്കി, ട്രോളി, അന്തിച്ചർച്ച നടത്തി, പാതിര ചർച്ച ഒക്കെ നടത്തി. എന്നിട്ട് ഇതിന്റെ സത്യാവസ്ഥ അറിയുന്നതിന് വേണ്ടി മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയി. അദ്ദേഹം വളരെ കൃത്യമായിട്ട് അദ്ദേഹം ആ പറയാനുണ്ടായ സാഹചര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചകളും ഒക്കെ അദ്ദേഹം പറഞ്ഞു. കൃത്യമായിട്ട് അദ്ദേഹം മറുപടിയും കൊടുത്തു. അതാണ് ആണത്വം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. കാരണം അത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമായതുകൊണ്ട് തന്നെ സംഘടന എല്ലാവരും അതിന് മറുപടി പറയേണ്ട കാര്യമില്ല. അദ്ദേഹം ഒരു പരിപാടിയിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യം അദ്ദേഹം പറഞ്ഞു. അപ്പൊ അദ്ദേഹം തന്നെയാണ് മറുപടി കൊടുക്കേണ്ടത്. ഇവിടെ അങ്ങനെയല്ല. ഒരു സംഘടനയുടെ പേരിലാണ് ആരോപണം വന്നിട്ടുള്ളത്. വ്യക്തികളുണ്ട്, എന്നാൽ ആ ആരോപണ വിധേയരായ വ്യക്തികളും അതുപോലെ തന്നെ ഈ സംഘടനകളും ഒക്കെ ഒന്ന് ഒരുമിച്ച് കൂടിയിട്ട് കൃത്യമായ രേഖകൾ കൊടുത്തുകൊണ്ട് ഇതുപോലെ ഒരു മാധ്യമങ്ങൾക്ക് വിളിച്ചു വരുത്തിയിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിലിരുന്നു കൊണ്ട് ഒരു തുറന്ന ഒരു പത്രസമ്മേളനം നടത്താൻ ഇതുവരെ നേതാക്കന്മാർ തയ്യാറായിട്ടില്ല. 200 ദിവസത്തോളം അടുക്കുകയാണ് അവിടെ ആ സാധുക്കൾ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട്. ഉത്തരവാദിത്തല്ലേ നേതാക്കന്മാർക്ക്? ഉത്തരവാദിത്തല്ലേ? ഇതിപ്പോ വേറെ വല്ല സുന്നി സംഘടനകളുമായിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? എന്നിട്ട് ഇവരിപ്പോ എന്താ ചെയ്യുന്നത്? മീഡിയ വണ്ണ്
റോട്ടിൽ എവിടെയൊക്കെ വിള്ളലുണ്ടോ അത് അന്വേഷിച്ച് നടക്കാണ് ക്യാമറയും തൂക്കിയിട്ട്. കാരണം ഈ വിള്ളലെങ്ങാനും ചർച്ച ഇവിടെ അവസാനിച്ചാൽ പിന്നെ ചർച്ച മാധ്യമങ്ങൾ പോകുന്നത് ഒരു പക്ഷേ ഈ കൊടുങ്ങല്ലൂരിലെ സമരപന്തലിലേക്കായിരിക്കും. അങ്ങോട്ട് ഈ മാധ്യമ പ്രവർത്തകരെ പോകരുത്. അതിനു വേണ്ടിയിട്ട് പരമാവധി ഈ റോട്ടിലെ വിള്ളലുമായിട്ട് ചർച്ച നടത്തിയിട്ട് എങ്ങനെയെങ്കിലും അടുത്ത ഒരു വിഷയം, പുതിയൊരു വിഷയം കിട്ടുന്നത് വരെ ഈ റോട്ടിലെ വിള്ളലുമായിട്ട് ഇവർ മുന്നോട്ട് പോകും. കാരണം ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം മീഡിയ വണ്ണിനാണ്. ഏതെങ്കിലും ഒരു പത്രക്കാർ ഒരു സംഭവമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ബാക്കിയുള്ളതോ അതിന്റെ പിന്നാലെ പോകുന്നത്. അപ്പൊ ഇപ്പൊ പരമാവധി റോട്ടിലെ വിള്ളലുമായിട്ട് മുന്നോട്ട്, ഞാൻ അതിനെ ന്യായീകരിക്കുകയല്ല. റോഡ് വിള്ളലും മറ്റു സംഭവങ്ങളൊക്കെ അതൊക്കെ അതിനെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. മറിച്ച് മാധ്യമപ്രവർത്തകരുടെ തനി നിറം നമ്മൾ കാണണം. പ്രത്യേകിച്ച് മീഡിയ വണ്ണിന്റെ തനി നിറം. ഇവരൊക്കെ സുന്നി സംഘടനകൾ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ആരോപണം വരുമ്പോഴേക്ക് ഇവർ എന്തൊരു ആവേശമാണ്, എന്തൊരു ഒരു ആഘോഷായിക്കാരം ഇവർക്കുണ്ടായിരുന്നത്. ഇപ്പൊ അതൊന്നും കാണുന്നില്ല. ഏതായിരുന്നാലും മാധ്യമ പ്രവർത്തകർ ഈ ഇരട്ടത്താപ്പ് നിർത്തണം. ജമാഅത്തെ ഇസ്ലാമിയുടെ പേരിൽ ആരോപണ വിധേയരായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൊതുജന മധ്യത്തിനിടയിൽ നിന്നുകൊണ്ട് ലൈവായിട്ട് പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയണം. നിങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള രേഖകളും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് നിരത്തിയിട്ട് നിങ്ങൾ നിരപരാധികളാണെന്ന് തെളിയിക്കാൻ നിങ്ങൾ സന്നദ്ധരാകണം.